ആൾക്കാർ നല്ല നല്ല ആൾക്കാരൊക്കെ പുറത്തു പോകുന്ന ബാക്കിയുള്ളവരുടെ PR വർക്ക് കാരണം എല്ലാ വർഷവും ഇങ്ങനല്ലേ മോനെ, ഇതൊരു ഗെയിമായിട്ട് നമ്മൾ കണ്ട് ഈസി ആയിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ലോകം എല്ലാ ഫീൽഡും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്, ബിസിനസ് മൈൻഡാണ്. ഈവൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ബിസിനസ് ഫീൽഡാണ്. അപ്പം നമ്മൾ എല്ലായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വരെ എത്തുമെന്നുള്ളത് സന്തോഷം. ഇത്രയും ദിവസം നിന്നില്ലേ. ഓക്കെ മോനെ, താങ്ക് യു. ലക്ഷ്മിയുടെ ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഗെയിമായിട്ട് എടുക്കുമ്പോൾ ഒരു ഈസി വേ കണ്ടാൽ മതി. അതുപോലെ തന്നെ ലക്ഷ്മിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഇവിടെ. അവരുടെ കരിയർ ആർക്കിടെക്റ്റും ആണല്ലോ, ആ രീതിയിലും അവള് നന്നായിട്ട് പെർഫോം ചെയ്യും. കമന്റ് ബോക്സിൽ പലരും പറയുന്നുണ്ട് ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. അതിനോട് എങ്ങനെയാണ് അമ്മയുടെ ഒരു പ്രതികരണം? ഞങ്ങളത് ഈസി ആയിട്ട് എടുക്കുക, ഫാമിലി ഗെയിമായിട്ട് എടുക്കുന്നു. നിങ്ങൾ ഇത്രയും ദിവസം നിന്നത് സന്തോഷം തന്നെ. അങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോം കിട്ടിയത് അത് തന്നെ എല്ലാവരും തിരിച്ചറിയുന്നു. എന്തായിരിക്കും ലക്ഷ്മിയുടെ ഒരു ഭാവി പരിപാടി? അവള് പ്രൊഫഷണൽ ആർക്കിടെക്റ്റ് തന്നെയാണ്. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പിള്ളേരല്ലേ, പുതിയ ജനറേഷൻ, അവർക്ക് ഐഡിയാസൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒനിയിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫോമേഷന് വേണ്ടി കേസ് ഫയൽ ഇതല്ലേ മോനെ, ഇങ്ങനെ പലതും പറയും. നമ്മൾ ഡിഫോമേഷന് വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നൊക്കെ ഒനിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓ, ഇതിനകത്ത് കേസൊന്നും പറ്റില്ലല്ലോ, അത് പിന്നെ പുള്ളി ചുമ്മാ പറയുന്ന. ശരി, ഓക്കെ.